ദേശീയ രാഷ്ട്രീയം കൂടി ഒന്ന് നോക്കാം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന മുന്നണികൾ. മഹാരാഷ്ട്രയിൽ ബിജെപി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ശിവസേന, എൻസിപി എന്നീ സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ചാകും തീരുമാനം. ജാർഖണ്ഡിൽ ജെഎംഎം നേതാവ് ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാകും. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യ സഖ്യ നേതാക്കളെ സോറൻ കാണും. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, എന്തായാലും ഇനിയുള്ളത് സർക്കാർ രൂപീകരണ ചർച്ചകളാണ്. പ്രധാനമായും മഹാരാഷ്ട്രയിൽ ഈ ഫട്നാവിസിനപ്പുറത്തേക്ക് ഒരു പേര് അതുണ്ടാവില്ല, അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. ഫഡ്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്താൻ തന്നെയാണ് സാധ്യത. കാരണം വലിയ വിജയം ബി.ജെ.പിക്ക് സമ്മാനിച്ചിരിക്കുന്നു. ബി.ജെ.പിയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച നേതാവ്, മുൻ മുഖ്യമന്ത്രി തുടങ്ങിയതൊക്കെ തന്നെ അനുകൂല ഘടകമാണ് ദേവേന്ദ്ര ഫഡ്നാവിസിന്. വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഊഴമാണ്. കാരണം 2014 മുതൽ 2019 വരെ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം എൻസിപി അജിത് പവാർ പക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തിയെങ്കിലും 5 ദിവസത്തിനുള്ളിൽ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു ഫഡ്നാവിസിന്. പക്ഷേ ബി.ജെ.പിയിലെ ഒരു വിഭാഗമെങ്കിലും ഏക്നാഥ് ഷിൻഡെ തന്നെ തുടരട്ടെ എന്ന അഭിപ്രായമുള്ളവരുണ്ട് മഹാരാഷ്ട്രയിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ശിവസേന പിളർത്തിക്കൊണ്ട് ബി.ജെ.പിക്കൊപ്പം ചേർന്ന നേതാവാണ് ഏക്നാഥ് ഷിൻഡെ. അപ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് വരുമ്പോൾ, കാരണം 288-ൽ മഹാസഖ്യത്തിന് 234 സീറ്റുകളുണ്ട്. അതിൽ തന്നെ ബി.ജെ.പിക്ക് 132 സീറ്റുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 145 സീറ്റുകളാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തോട് ബി.ജെ.പി അടുക്കുമ്പോൾ സഖ്യകക്ഷികളെ തഴയുന്ന നിലപാടിലേക്ക് പോകേണ്ടതില്ല. അത് മുന്നണിയുടെ തന്നെ വിശ്വാസ്യതയെ ബാധിക്കും എന്നൊരു അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്ക് എങ്ങനെ ഉണ്ട്. എങ്കിൽ പോലും ദേശീയ നേതൃത്വം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇനി ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നിലവിൽ നിലവിലെ അധ്യക്ഷൻ ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായില്ലെങ്കിൽ അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. ഏതായാലും ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായ വിജയം അവിടെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് നേട്ടമായി പറയാനുള്ളത്. പക്ഷേ അത് പ്രത്യേകിച്ച് ജെഎംഎമ്മിന്റെ വിജയമായി തന്നെ വിലയിരുത്താൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു ജെഎംഎം. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ വലിയ തകർച്ചയ്ക്ക് പ്രധാന ഘടകമായത് ഗോത്ര മേഖലകളിൽ അവർക്കുണ്ടായ തിരിച്ചടിയാണ്. കാരണം സംസ്ഥാനത്ത് 26% വരുന്നുണ്ട് ഗോത്ര ജനസംഖ്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ 81-ൽ 28 മണ്ഡലങ്ങൾ ഗോത്ര മണ്ഡലങ്ങളാണ്, ST മണ്ഡലങ്ങളാണ്. അതിൽ ഒറ്റ സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാൻ സാധിച്ചത്. അതായത് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. അത് തന്നെ ആവർത്തിക്കുന്നതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഏതായാലും ഹേമന്ത് സോറൻ വരും ദിവസങ്ങൾ തന്നെ ഡൽഹിയിലെത്തും. ഇന്ത്യ സഖ്യ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിന് മുന്നോടിയായി ഇന്ന് റാഞ്ചിയിൽ വകുപ്പുകൾ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുമായും ഹേമന്ത് സോറൻ ചർച്ച നടത്തുന്നുണ്ട്. ഭവ്യ, രാകേഷാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.